ക്ഷമയെക്കുറിച്ച് പറയുമ്പോൾ പലർക്കും വലിയ ദേഷ്യമാണ് അല്ലെങ്കിൽ ഇറിറ്റേഷനാണ്. കാരണം ക്ഷമ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതായി കൊടുക്കുന്ന ഒരു അവസ്ഥയെന്നാണ് എല്ലാവരും കരുതി വച്ചിരിക്കുന്നത്. എന്നാൽ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വലിയ കൃപ കൂടിയേ തീരൂ. നമ്മൾ ക്ഷമിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ചില ഗുണങ്ങളുണ്ട്. അത് നമ്മളൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ക്ഷമിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ഉത്സാഹം കാണിക്കും. അതിൻ്റെ ഒരു ചെറിയ എക്സാമ്പിളാണ്, നമ്മൾ ധ്യാനങ്ങൾക്കൊക്കെ പോയി സൗഖ്യപ്പെട്ട് വരുന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാലങ്ങളായി ആരോടെങ്കിലുമൊക്കെയുള്ള ഒരു പകയും ദേഷ്യവും വെറുപ്പും ഒക്കെ ഉള്ളിൽ വെച്ചവരായിരിക്കും പലപ്പോഴും അവർ. അങ്ങനെ പോകുന്നവർ നല്ലൊരു കുമ്പസാരം നടത്തി നല്ലൊരു ദൈവാരൂപിയാൽ മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള കൃപയൊക്കെ ആർജിച്ച് എല്ലാം വിട്ടുകൊടുത്ത് ക്ഷമിച്ചു കഴിയുമ്പോഴാണ് അവർക്ക് ആ വലിയ സൗഖ്യം കിട്ടുന്നത്. പലപ്പോഴും നമ്മുടെ വെറുപ്പും ദേഷ്യവും ഒക്കെ നമുക്ക് പല രോഗങ്ങൾക്ക് കാരണമാവാറുണ്ട്. പ്രധാനമായിട്ടും ഭയങ്കരമായ ചങ്ക് വേദന, പുറം വേദന, ജോയിൻറ്റ് പെയിൻ, ഇങ്ങനെയുള്ള വേദനകളൊക്കെ വരുന്നതിൻ്റെ പ്രധാന കാരണം നമ്മൾ വെറുപ്പ് കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. അത് നമ്മൾ പലപ്പോഴും അറിയാറില്ല. എന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങുകയാണ് ഈ രോഗം മാറാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ കാരണം കിടക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലാണ്, അല്ലെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിലാണ്. ഇത് നമ്മൾ വിട്ടുകൊടുക്കാത്തിടത്തോളം കാലം എത്ര മരുന്ന് കഴിച്ചാലും എത്ര ചികിത്സ തേടിയാലും നമ്മുടെ ഈ രോഗം മാറില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു മറ്റുള്ളവർക്ക് ക്ഷമിക്കാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ, മറ്റുള്ളവരോട് നമ്മൾ മാപ്പ് കൊടുക്കാൻ തയ്യാറാകുമ്പോൾ കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് നമുക്കാണ്. എത്ര മരുന്നുകളുടെ ലാഭം, അത് കഴിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്, ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ, അതുമൂലം ജോലിക്ക് തടസ്സം ഉണ്ടാകുന്ന അവസ്ഥകൾ, കുടുംബത്തിലുണ്ടാകുന്ന അസമാധാനം, ഇങ്ങനെ എത്ര കാര്യങ്ങളാണ് നമുക്ക് മാറിക്കിട്ടുക. അപ്പോൾ നമ്മളൊരു വ്യക്തിയോട് ക്ഷമിച്ചു എന്ന് വെച്ചിട്ട് ലാഭം ആർക്കാണ് കിട്ടുന്നത്? നമുക്ക് തന്നെയാണ്. ഈ ഒരു അറിവില്ലായ്മയാണ് പലപ്പോഴും നമ്മൾ ക്ഷമിക്കാനായിട്ട് മടി കാണിക്കാനുള്ള പ്രധാന കാരണം. നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഈ ആനയും അമ്മച്ചിമാരും തമ്മിലുള്ള വടംവലിയെക്കുറിച്ച്. അച്ഛന്മാരൊക്കെ പലപ്പോഴും പള്ളികളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടാകും. ആന ചെറുതായിട്ടൊന്ന് വിട്ടുകൊടുത്തപ്പം എല്ലാവരും കൂടെ മലന്നടിച്ച് വീണത് നമുക്കറിയാം. വിട്ടുകൊടുത്ത ആളല്ല, പകരം ആരാണോ ബലം പിടിച്ചു നിന്നത് അവരാണ് മറിഞ്ഞു വീണത്. ഇതുപോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും. നമ്മൾ ആരോടെങ്കിലുമൊക്കെ ക്ഷമിക്കാനുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിച്ചു കഴിയുമ്പോൾ നമ്മൾ റിലാക്സ് ആകുകയാണ്. പകരം എതിർഭാഗത്ത് നിൽക്കുന്നവർ, അവർക്ക് കോമ്പീറ്റ് ചെയ്യാൻ ആളില്ലാതെ അവർ വല്ലാതെ മാനസികമായിട്ട് പല പ്രശ്നത്തിലൂടെ ആയിരിക്കും കടന്നു പോവുക. കാരണം ഇവർക്ക് ഉള്ള വെറുപ്പ് അവർ പ്രകടിപ്പിക്കുമ്പോഴും നമുക്ക് കുഴപ്പമില്ല എന്ന് കാണുമ്പോൾ അവരുടെ മനസ്സാണ് വല്ലാതെ അസ്വസ്ഥമാവുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലാഭം എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് നമുക്ക് തന്നെയാണ്. ആരാണോ ക്ഷമിക്കുന്നത് അവർക്കാണ് ഇതിൻ്റെ ലാഭമുള്ളത്. കാരണം ഇത് ദൈവത്തിൽ നിന്ന് കൃപ ലഭിച്ചവർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് ക്ഷമിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു കൃപയുടെ ഭാഗമായി തന്നെ നമുക്ക് വലിയൊരു സമാധാനവും സ്വസ്ഥതയും ശാന്തിയൊക്കെ കിട്ടും. ആ ഒരു സമാധാനത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ തന്നെ ഈ ഭൂമിയിലുള്ള ജീവിതം ഏറ്റവും ആസ്വാദികരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നമ്മുടെ മനസ്സിനെ അലട്ടുന്ന വലിഞ്ഞു മുറുകുന്ന ചില പ്രശ്നങ്ങൾ, അസ്വസ്ഥതകൾ, ഹൃദയത്തിലുണ്ടാകുന്ന വലിയ വേദന, നമ്മൾ ആരോടാണോ ക്ഷമിക്കാനുള്ളത് അവരെ കാണുമ്പോഴുണ്ടാകുന്ന അസ്വസ്ഥത, ഇങ്ങനെ 100 പ്രശ്നങ്ങളാണ് ഒരു ക്ഷമ എന്ന് പറയുന്ന ഒരു പുണ്യം കൊണ്ട് നമുക്ക് മാറിക്കിട്ടുന്നത്. അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ആരോടെങ്കിലുമൊക്കെ നമുക്ക് ക്ഷമിക്കാനുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ക്ഷമിക്കാൻ പരിശ്രമിക്കുക. ഒരിക്കലും അത് തോറ്റുകൊടുക്കലല്ല, വിജയമാണ്. നമ്മുടെ വിജയമാണ്. നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും ഒക്കെ ഒന്നിച്ച് വിജയിക്കുന്ന ഒരവസ്ഥയാണിത്. നമ്മുടെ കുടുംബത്തിൽ തന്നെ അതിൻ്റെ മാറ്റങ്ങൾ കാണാം. മറ്റുള്ളവരോട് ദേഷ്യം വെച്ച് പുലർത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന കോപം പലപ്പോഴും നമ്മുടെ കുടുംബജീവിതത്തെയും മക്കളോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡൊക്കെ മാറ്റാറില്ലേ? അപ്പോൾ അങ്ങനെയുള്ള മേഖലയിൽ വരെ വലിയ സൗഖ്യവും ശാന്തിയും സമാധാനമാണ് നമുക്ക് കിട്ടുക. അതുകൊണ്ട് ഇനിയെങ്കിലും ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ അവരോട് ക്ഷമിക്കാനുള്ള വലിയൊരു മനസ്സ് നമുക്ക് കാണിക്കാം. തീർച്ചയായും നമ്മുടെ ജീവിതം കൂടുതൽ സന്തോഷപ്രദമാകും. വെറുതെ ക്ഷമിക്കുക എന്ന് പറഞ്ഞ് നമ്മളതിനെ തള്ളിക്കളയേണ്ട. അതുവഴി കിട്ടുന്ന ലാഭങ്ങൾ മുൻനിർത്തി തന്നെ ക്ഷമിച്ചാൽ മതി. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ലാഭം കിട്ടുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ ആ പ്രവൃത്തി ചെയ്യാനായിട്ട് തോന്നുക. നമ്മുടെ നഷ്ടങ്ങളിലേക്കല്ല ഇത് നയിക്കുന്നത്, വലിയ ലാഭത്തിലേക്കാണെന്നുള്ള വലിയ ബോധ്യം വന്നിട്ട് തന്നെ നമ്മൾ ക്ഷമിച്ചാൽ മതി. അതുകൊണ്ട് നമ്മുടെ വെറുപ്പുളവാക്കുന്ന സാഹചര്യങ്ങളെയും വ്യക്തികളെയൊക്കെ ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് അവരെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അവരോട് ക്ഷമിക്കാനായിട്ട് ഒരുങ്ങുക. പയ്യെ അവരോട് പൂർണ്ണമായി ക്ഷമിച്ച് വലിയ വിടുതലിൻ്റെ, വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ തെളിഞ്ഞ ഒരു ബുദ്ധിയും ആത്മാവും ശരീരവും ഒക്കെ കിട്ടുന്ന ആ ഒരവസ്ഥയിലേക്ക് നമുക്ക് ആയിത്തീരാം. അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം.